തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അന്തരിച്ചു. കേവലമായ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ സംഭാവനകൾക്കപ്പുറത്ത്, അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾക്കപ്പുറത്ത് ഇന്നത്തെ കാലത്തെ പെട്ടിപിടിക്കുന്നവരും നേതാവിനെ നോക്കി സ്തുതിവചനങ്ങൾ പറയുന്നവരും പിന്നെ അതുപോലെ തന്നെ കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ നിന്നെടുക്കണമെന്ന് വിശ്വസിക്കുന്നവരുമൊക്കെയായ പൊതുപ്രവർത്തകർക്ക് വലിയ ഒരു പാഠപുസ്തകമാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ. എൻ്റെ വീടിൻ്റെ കിലോമീറ്ററുകൾ അപ്പുറത്ത്, അതായത് എൻ്റെ നാട് എന്നൊക്കെ പറയാവുന്ന പ്രദേശത്ത് വർഷങ്ങളായി വിവിധ സ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കേൾക്കുന്ന പേരുകളിലൊന്നാണ് ഈ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ്റേത്. ഇന്ന് ഒരു കോൺഗ്രസ്സുകാരനായി അവസാന ശ്വാസം വരെ നിലനിൽക്കുക എന്ന് പറയുന്നതിന് അസാമാന്യമായ ഒരു കരുത്തും അസാമാന്യമായ ഒരു നിലപാടുമൊക്കെ വേണം. അധികാരത്തിൻ്റെ അപ്പകഷ്ണം അല്പനേരത്തേക്ക് നഷ്ടപ്പെട്ടാൽ കേവലം എവിടെയാണോ കിടന്ന് വളർന്നത് ആ മതിൽ ചാടി അപ്പുറത്ത് പോകുന്ന വ്യത്യസ്ത തരത്തിലും രാഷ്ട്രീയത്തിലും പെട്ട ഒരുപാട് ഭിക്ഷാന്തേഹികളുള്ള കാലത്ത് കൃത്യമായി ഒത്തിരി ചോദിക്കാനും എന്നാൽ കിട്ടാതെ പോയപ്പോഴോ തിരസ്കരിച്ചപ്പോഴോ ഒന്നും ഒരു പരിഭവവും കാണിക്കാതെ നിശബ്ദനാവുകയും ചെയ്ത ആളുകളിലൊന്നാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഈ മുതിർന്ന നേതാവും അതിനേക്കാളുപരി ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനും. അദ്ദേഹം ഒരു പഴയ ഭൂപ്രഭുവായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു. ഏതാണ്ട് 15-17 ഏക്കർ സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്ന ആളാണ് ഈ തെന്നല ബാലകൃഷ്ണപിള്ള ചേട്ടൻ എന്ന് പറയുന്ന ആൾ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് 10, 11, 12 സെൻറ്റാണ്. രാഷ്ട്രീയത്തെ പൊതുവെ മൂല്യവർദ്ധനവിൻ്റെ ഒരു മെക്കാനിസമായിട്ടാണ് കാണുന്നത്. അതിലൂടെ കടന്നുപോയാൽ നഷ്ടപ്പെട്ടതൊക്കെയും വെട്ടിപ്പിടിക്കണമെന്നും വെട്ടിപ്പിടിച്ചതൊക്കെ തളർക്കണമെന്നും പൂക്കണമെന്നും കായ്ക്കണമെന്നും അതിൽ കായ്കനികൾ ഉണ്ടാവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കാലത്ത് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയ ആളാണ്. എന്ന് മാത്രവുമല്ല, ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ യാതൊരു മര്യാദയുമില്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പിൻബലത്തിലല്ലാത്തതുകൊണ്ട് ഈ പാർട്ടി അദ്ദേഹത്തെ തിരസ്കരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ വിജയം നേടിയ ഒരു സന്ദർഭത്തിലാണ് കരുണാകരൻ ആൻ്റണി ഫോർമുലയുടെ ഭാഗമായി രായ്ക്ക് രാമാനം മണിക്കൂറുകൾ കൊണ്ട് ആ വിജയത്തിൻ്റെ സന്തോഷം പോലും ഒന്ന് ആഘോഷിപ്പിക്കാനാവാതെ അദ്ദേഹത്തെ മാറ്റി ഇന്ന് വലിയ പ്രസ്താവനാവീരനായി ജീവിക്കുന്ന സാക്ഷാൽ കെ മുരളീധരനെ ആ സ്ഥാനത്ത് അവരോധിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ആ പദവിക്ക് വേണ്ടി അദ്ദേഹത്തെ തിരസ്കരിച്ചപ്പോഴും അദ്ദേഹം നേരെ ഇങ്ങ് മടങ്ങിപ്പോരുന്നു എന്നുള്ളതല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ ഉടൻ തന്നെ കാറുമെടുത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് അങ്ങ് പോവുകയായിരുന്നില്ല. അദ്ദേഹത്തിന് 1-2 തവണ രാജ്യസഭയിൽ അംഗമായി MLA ആയോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അത്തരം ഗ്രാഫുകളും അത്തരം കാര്യങ്ങളുമൊന്നും ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറയിൽ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന നേതാവാണോ ആ നേതാവിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെട്ടിപ്പറക്കുകാരുടെ കാലത്ത് പുള്ളിയുടെ ഒന്നും ഗ്രാഫ് എന്താണ് എന്നുള്ളത് ഈ പലപ്പോഴും പൊതുസമൂഹത്തിൽ പോലും എത്തിയിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. നിശബ്ദനായിരുന്നു, നിസ്വാർത്ഥനായിരുന്നു, നിന്നെടുത്ത് നിന്നവനായിരുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഉമ്മൻചാണ്ടി ഒരു പാഠപുസ്തകമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആൾക്കൂട്ടത്തെ ഡീൽ ചെയ്യുന്നതിലും രാപകലില്ലാതെ ഓടുന്നതിലും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അങ്ങനെ നിറഞ്ഞു നിന്നതിലുമുള്ള പാഠപുസ്തകമാണെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ള സാറ് മറ്റൊരു പാഠപുസ്തകമാണ്. എന്ത് പാഠപുസ്തകമെന്ന് വെച്ചാൽ ഈ ലഭിക്കുന്നതിൽ സംതൃപ്തി അടയുക, ലഭിക്കാത്തതിൽ നിരാശപ്പെടാതിരിക്കുക, എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി നക്കാപ്പിച്ച ലാഭത്തിന് വേണ്ടി ചാടിമറിഞ്ഞ് പുതിയ ലാവണങ്ങൾ തേടാതിരിക്കുക, അവനവൻ്റെ അന്തസ്സും മൂല്യവും അവസാനം വരെ സൂക്ഷിക്കുക, നഷ്ടപ്പെടുന്നത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതായതുകൊണ്ട് അത് വെട്ടിപ്പിടിക്കാൻ മറ്റേതെങ്കിലും വഴിവിട്ട വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുക തുടങ്ങിയ മൂല്യങ്ങളുടെ ഒരു പാഠപുസ്തകം ഒരു പാർട്ടിക്കല്ല, എല്ലാ പാർട്ടിക്കും. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ.